ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അണ്ണാൻകുഞ്ഞുങ്ങളെ ഇന്ന് തുറന്നു വിടാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. കിട്ടിയ സമയത്ത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, കണ്ണുപോലും തുറന്നിട്ടില്ലേന്. അപ്പം നല്ല ഉഷാറായി നല്ല ഓടിച്ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ഇവരെ ഈ ചെറിയ കൂട്ടിൽ ഇങ്ങനെ അടച്ചിടുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഇഷ്ടത്തിന് പുറത്തേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ ഒരു വലിയ മരത്തിന് മുകളിൽ ഇവരെ കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ ഈ സ്ഥലവുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആ കൂട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. തുടക്കത്തിൽ എന്തായാലും ഇവർക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഈ കൂട് വെച്ച് കെട്ടിക്കൊടുത്ത് ഫുഡ് അതിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പുറത്തിലൂടെ പോയിട്ട് പിന്നെ ഫുഡ് എടുക്കാൻ സമയത്ത് കൂട്ടിൽ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചോളും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ കൂടടക്കം മുകളിൽ വെച്ച് കെട്ടിക്കൊടുത്തത്. ഇതിലിപ്പോൾ 2 അണ്ണാൻകുഞ്ഞുങ്ങളിൽ ഒന്ന് കൂടിന് ഉള്ളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒന്നിപ്പോഴും കൂടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ബോക്സിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷേ അതാ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഒന്നിപ്പോഴും കൂടിനുള്ളിലുള്ള ബോക്സിനകത്ത് തന്നെയാണ്. ചെറിയൊരു പേടിയുണ്ട്, പുറത്തേക്കൊന്നും വല്ലാതെ ഇറങ്ങണില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നിതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ആദ്യമായിട്ടാണ് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് എണ്ണാൻ പോകുന്നത് കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇനി ഒന്നും കൂടി ഉണ്ട് കൂട്ടിൽ. എന്തായാലും പുറത്തേക്ക് തലയൊക്കെ പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. അത് വീണ്ടും ഉള്ളിൽ തന്നെ പോയി. അങ്ങനെ രണ്ടാമത്തെ ഇതും പുറത്തേക്ക് ഇറങ്ങിട്ടോ. രണ്ട് അണ്ണാൻകുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തേക്ക് തുറന്നു വിട്ടു. ഇനി അവരെ ഇഷ്ടത്തിന് അവർ ഓടിച്ചാടി നടക്കട്ടെ. നമ്മൾ ഒരിക്കലും കൂട്ടിലിങ്ങനെ അടച്ചിടാൻ പറ്റില്ലല്ലോ. നമ്മളോടൊപ്പം നല്ല രീതിയിൽ ഇണങ്ങി സെറ്റായ അണ്ണന്മാരാണ്. എന്തായാലും നമ്മൾ അവരെ ഇഷ്ടത്തിന് തുറന്നു വിടുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ മുകളിലേക്ക് പോയതിനു ശേഷം രണ്ടും ഇപ്പോൾ താഴത്തേക്ക് തന്നെ വന്നിട്ടോ. എന്തായാലും നമ്മൾ താഴെ കൂട്ടിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കണോണ്ട് എനിക്ക് ഫുഡൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പഠിച്ച് വരുന്നത് വരെ ഈ കൂട്ടിൽ തന്നെ വന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഈ മരത്തിന് മുകളിൽ നിന്ന് ഇഷ്ടംപോലെ മാമ്പഴങ്ങളുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് മാമ്പഴമൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായിക്കോളും. ഒന്ന് താഴേക്ക് വരികയാണ്. രണ്ടും എന്തൊക്കെയാ ഇവിടുന്ന് ഇങ്ങനെ കടിച്ചു നോക്കണൊക്കെ ഉണ്ട്. ഒന്ന് താഴേക്ക് വരികയാണ്. അങ്ങനെ നമ്മളെ കയ്യിൽ തന്നെ വന്നു. ഇതങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ വല്ലാതെ മരത്തിന് മുകളിൽ കൂട് വെച്ചതിന് ശേഷം ഇവരോട് വല്ലാതെ കയ്യിലെടുക്കലോ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. കൂട്ടിലേക്ക് ജസ്റ്റ് ഫുഡൊന്ന് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യലുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊരു പേടിയുണ്ട്. രണ്ടും മുകളിൽ തന്നെ പോവാണ്. എന്തായാലും ഇനി ഒരു 3-4 ദിവസമൊക്കെ ഇങ്ങനെ കൂട്ടിൽ ഫുഡ് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ അവർ തന്നെ പുറത്ത് പോയിട്ട് ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ പഠിച്ചോളും. പിന്നെ മുകളിൽ വേറെ അണ്ണാമാരൊക്കെ വരുന്നതുകൊണ്ട് അവരോടൊക്കെ സെറ്റായിട്ട് അങ്ങനെ പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നമ്മൾ ഈ മരത്തിന് മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്.
ഇവരെന്തായാലും വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇവർ ഇതുപോലെ മരത്തിന് മുകളിലൂടെ നടക്കുന്നത്. എന്തൊക്കെയാ കിട്ടുന്നതൊക്കെ കഴിച്ചു നോക്കണ്ടാവും. രണ്ടും വീണ്ടും നമ്മളെ കയ്യിലൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അവിടെ നല്ലോണം ഇണങ്ങിയ അണ്ണാൻകുഞ്ഞുങ്ങളാണ്. ഇത്രത്തോളം ഒരു അണ്ണാൻകുഞ്ഞുങ്ങൾ ഇണങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയതല്ല. അപ്പോൾ എന്തായാലും രണ്ടെണ്ണത്തിനെ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട്